ഇന്ത്യക്കെതിരെ പരസ്യ ഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള തീരുമാനം മാറ്റമില്ലാതെ തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഭീഷണി. ARY ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജ ആസിഫ് ഭീഷണി മുഴക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പുതിയ ഭീഷണി എത്തുന്നത്. ജലസുരക്ഷ എന്നത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയമാണെന്നും അതിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ പ്രതികരിക്കാൻ പാകിസ്ഥാൻ മടിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സിന്ധു നദിയിലെ വെള്ളത്തിനുള്ള പാകിസ്ഥാന്റെ അവകാശത്തിന് മേൽ ഗുരുതരമായ ഭീഷണിയുണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാൻ രാജ്യം ഒട്ടും മടിക്കില്ല എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. കടുത്ത ജലക്ഷാമം നേരിടുന്ന പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാനോ തടസ്സപ്പെടുത്താനോ ഇന്ത്യ അതിവേഗം നീങ്ങുന്നതായി ബോധ്യപ്പെട്ടാൽ സൈന്യത്തെ ഉപയോഗിച്ചുള്ള പ്രതികരണം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2028 ജൂണോടെ പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും നിർത്തലാക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യയുടെ ജൽശക്തി മന്ത്രി സിയാ പാട്ടീൽ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ദൃശ്യം അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രകോപനപരമായ പ്രസ്താവന എത്തുന്നത്. 2025 ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് 1960 സിന്ധു നദീജല കരാർ ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് റദ്ദാക്കിയത്. ഈ ആക്രമണത്തിന് പിന്നിൽ പാക് പിന്തുണയുള്ള ഭീകരരാണെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇസ്ലാമാബാദ് വിശ്വസനീയവും ശാശ്വതവുമായ നടപടി സ്വീകരിക്കുന്നതുവരെ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലുണ്ടായ ഈ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. കരാർ പ്രകാരം സിന്ധു നദീജലത്തിലെ 80% വെള്ളവും ലഭിക്കുന്നത് പാകിസ്ഥാനാണ്. ഇത് പാകിസ്ഥാന്റെ കൃഷിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും അത്യന്താപേക്ഷിതവുമാണ്. ഇന്ത്യയുടെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെനാബ് നദിയിലെ വെള്ളം തിരിച്ചുവിടാനായി ഇന്ത്യ നദീ സംയോജന പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ജലക്ഷാമവും മൂലം പാകിസ്ഥാൻ വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ സിന്ധു നദീജല തർക്കം ഇരു ആണവായുധ രാജ്യങ്ങൾക്കുമിടയിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന്റെ കൃഷി, ജലസേചനം, വിപുലമായ സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് നിർണായകവുമാണ്. ജലമൊഴുക്കിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും നദീവ്യവസ്ഥയെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ ദോഷകരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ ഇന്ത്യയുടെ തീരുമാനത്തെ ആവർത്തിച്ച് എതിർത്തിട്ടുണ്ട്. ഈ ഭീഷണികൾ ആദ്യമല്ല. ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സംഘർഷത്തിനും മറുപടി അതിർത്തിയിൽ ഒതുങ്ങില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുൻപ് മുന്നറിയിപ്പ് നൽകിയതും വൻ വാർത്തയായിരുന്നു. കൊൽക്കത്ത ഉൾപ്പെടെയുള്ള വിദൂര നഗരങ്ങൾ വരെ കടന്നുകയറി തിരിച്ചടിക്കുമെന്നായിരുന്നു ഭീഷണി. അന്ന് സിയാൽകോട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഒരു വ്യാജ ഓപ്പറേഷന് പദ്ധതിയിടുന്നതായി സൂചന ലഭിച്ചെന്നാണ് അന്ന് ഖ്വാജ ആസിഫ് ആരോപിച്ചത്. തടവിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെയോ അല്ലെങ്കിൽ സ്വന്തം പൗരന്മാരെ തന്നെയോ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ സൃഷ്ടിച്ച് ഭീകരാക്രമണമാണെന്ന് വരുത്തി തീർക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിനാവശ്യമായ തെളിവുകളൊന്നും ആസിഫ് അന്ന് ഹാജരാക്കിയതുമില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ അപമാനമായിരിക്കും ഇത്തവണ ഇന്ത്യയെ കാത്തിരിക്കുന്നതെന്നും അന്ന് ആസിഫ് പറഞ്ഞു. യുദ്ധമുണ്ടായാൽ അത് കേവലം 200-250 കിലോമീറ്റർ ചുറ്റളവിൽ പരിമിതപ്പെടുത്തില്ല. ഇന്ത്യൻ മണ്ണിൽ കയറി വീടുകൾക്കുള്ളിൽ വരെ പ്രഹരമേൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിശക്തവും നിർണായകവുമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2025 ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ തിരിച്ചടി ഒരു തുടക്കം മാത്രമാണെന്നും അത് അവസാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യയിലെ മുസ്ലിം ആരാധനാലയങ്ങൾ ഭീഷണിയിലാണെന്ന പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പ്രസ്താവനയെ തള്ളി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു. ആസിഫ് അലിയുടെ പ്രസ്താവന വിദ്വേഷത്തിൽ നിന്നും മതഭ്രാന്തിൽ നിന്നും ഉടലെടുത്ത രാഷ്ട്രീയ നീക്കം മാത്രമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. വാരണാസിയിലെ ചരിത്രപ്രസിദ്ധമായ മസ്തിജ് ഗഞ്ച് ഷാഹിദയ്ക്ക് ഇന്ത്യയിലുടനീളമുള്ള മറ്റ് മുസ്ലിം ആരാധനാലയങ്ങൾക്കും നേരെ ഭീഷണി ഉണ്ടെന്നായിരുന്നു ആസിഫ് അലി സർദാരി കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.